എസ് ബി ഐയുടെ പുതിയ ATM കാർഡ് നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ജനറേറ്റ് ചെയ്യാം, അതേപോലെ പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സെർച്ച് ബാറിൽ നിങ്ങൾക്ക് SBI ഓൺലൈൻ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിലോട്ട് കയറാനായിട്ട് കഴിയുന്നതാണ്. അല്ലാത്ത വശം നമ്മളുടെ വീഡിയോക്ക് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് തന്നെ ആ വെബ്സൈറ്റ് ലിങ്ക് ഉൾപ്പെടുത്താം. അതുപയോഗിച്ചും കയറാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസാണ് ആദ്യമായിട്ട് കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഈ പേജിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലോഗിൻ എന്നുള്ള ഒരു ഏരിയ കാണാനായിട്ട് കഴിയും. പേഴ്സണൽ ബാങ്കിങ് എന്നുള്ള ഏരിയക്ക് താഴെയായിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പേജിലോട്ട് എത്തും. അപ്പോൾ ഈ പേജിൽ നമുക്കിവിടെ റൈറ്റ് ടോപ്പിലായിട്ട് കണ്ടിന്യൂ ടു ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ബ്ലൂ കളറിലായിട്ട് കാണാനായിട്ട് കഴിയും. അതിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ലോഗിൻ പേജിലോട്ട് എത്തും. അപ്പോൾ ഈ ലോഗിൻ പേജിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ നെയിമും അതേപോലെ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനും താഴെയായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്യാപ്ച കോഡ് കാണാനായിട്ട് കഴിയും. അത് ആ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് താഴെയുള്ള ആ ലോഗിൻ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത്തരത്തിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഹോം പേജിലോട്ട് കയറാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഹോം പേജിൽ നമുക്ക് മുകളിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അതിൽ ആറാമതായിട്ട് നമുക്ക് ഈ സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളിവിടെ കൃത്യമായിട്ട് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ATM കാർഡ് സർവീസസ് എന്നുള്ള ഏരിയയിലാണ് നമ്മളിവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യുക. ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലെത്തും. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇത്തരത്തിൽ കാണാം. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമതായിട്ട് ATM പിൻ ജനറേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അതിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ടാണ് എത്തുക. അപ്പോൾ ഇവിടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് അവർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ രണ്ട് മെത്തേഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ടുള്ളതും, രണ്ടാമത്തേത് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് അവരൊരു OTP അയക്കും. അത് നമ്മളിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തുകൊണ്ടുള്ളതുമാണ്. ഞാനിവിടെ ജസ്റ്റ് യൂസിങ് പ്രൊഫൈൽ പാസ്വേഡ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പേജിൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളേത് OTP ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് വന്നിട്ടുള്ള OTP ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ അക്കൗണ്ട് ഏതാണോ അത് കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ SBI അക്കൗണ്ട് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് മാത്രമാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ജസ്റ്റ് കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത്തരത്തിലുള്ള ഏരിയയിൽ ATM കാർഡ് ഒന്നിലധികം ഉള്ള ആൾക്കാർക്കും ഇതേപോലെ ഏത് ATM-നാണോ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഏരിയയിൽ ഒരു 2 പിൻ നമ്പർ അവർ സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതായത് 2 പിൻ നമ്പർ നമ്മുടെ ഡിസൈഡ് അനുസരിച്ച്, അതായത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. 2 എണ്ണം അവർ നമുക്ക് OTP ആയിട്ട് അയച്ചു തരികയാണ് ചെയ്യുക. അതുമാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മളിപ്പോൾ ഒരു 2 പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവരിവിടെ പറയുന്നത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ആ 2 പിൻ നമ്പറും അതിനൊപ്പം തന്നെ നമുക്കിവിടെ OTP ആയിട്ട് വന്നിട്ടുള്ള അവരയച്ചിട്ടുള്ള ആ 2 പിൻ നമ്പറും ഉൾപ്പെടുത്തിക്കൊണ്ട് ടോട്ടൽ ആ 4 പിൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യാനായിട്ടാണ്. അത് കൃത്യമായിട്ട് തന്നെ ആ 4 പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതോടെ നമ്മുടെ പ്രോസസ്സ് ഏതാണ്ട് തന്നെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഓൺലൈനായിട്ട് SBIയുടെ ATM കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനും പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.